ജെയ്മെയിൻ 2026 എക്സാമിൽ കേരള ടോപ്പ് 10-ൽ എത്തി നിൽക്കുകയാണ് ആലപ്പുഴ സ്വദേശിയായ അഭിനവ്. ജെയ്മെയിൻ ഫസ്റ്റ് സെഷനിൽ ബ്രില്യന്റിലെ 36ാം റാങ്കുകാരനായിരുന്ന അഭിനവ് സെഷൻ 2-ലേക്ക് വന്നപ്പോൾ 99.941807% കരസ്ഥമാക്കി കേരള റാങ്ക് 7 നേടി അതിഗംഭീര തിരിച്ചുവരവാണ് നടത്തിയിരിക്കുന്നത്. പാലാ ചവറ പബ്ലിക് സ്കൂളിലെ +1+2 പഠനത്തോടൊപ്പം ബ്രില്യന്റിന്റെ IIT എയിംസ് 2-ഇയർ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിലൂടെ എൻട്രൻസ് കോച്ചിംഗ് നേടിയാണ് അഭിമാനകരമായ വിജയം നേടിയെടുത്തിരിക്കുന്നത്. ജെയ്മെയിൻ 2026-ൽ കേരള 7ാം റാങ്ക് കരസ്ഥമാക്കിയ അഭിനവിനെ ബ്രില്യന്റ് ഡയറക്ടർ സന്തോഷ് സാർ അഭിനവിന്റെ വീട്ടിലെത്തി ആദരിക്കുകയും മധുരം പങ്കുവെക്കുകയും ചെയ്തു. ജെയ്മെയിൻ എക്സാമിൽ കേരള 7th റാങ്ക്, ഓൾ ഇന്ത്യ റാങ്ക് 1012, പെർസെൻറ്റൈൽ സ്കോർ 99.94. അഭിനവ് അരുണിൻ്റെ വീട്ടിലാണ് ഇന്ന് നമ്മളുള്ളത്. വലിയൊരു വിജയമാണ് അഭിനവ് ഈ ഒരു ജെയ്മെയിൻ 2026 എക്സാമിൽ നേടിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടതുപോലെ അതിൻ്റെ ചെറിയൊരു ആഘോഷം നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ ഡയറക്ടർമാരിൽ ഒരാളായ സന്തോഷ് സാറൊക്കെ വന്ന് ചെറിയൊരു മധുരമൊക്കെ മുറിച്ച് ചെറിയൊരു ആഘോഷം നമ്മളിവിടെ നടത്തിയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ താരം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അഭിനവ് തന്നെയാണ്. അപ്പോൾ അഭിനവ്, ഈ ഒരു റിസൾട്ട് അറിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നൊരു മൊമെൻറ്റ് എങ്ങനെയായിരുന്നു? ഭയങ്കര ഹാപ്പിയാണ്. പാരൻസും ഗ്രാൻഡ് പാരൻസും എല്ലാം ഭയങ്കര ഹാപ്പിയാണ്. അവർ വിളിച്ച് പറഞ്ഞാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ കൺഗ്രാറ്റ്സ് ചെയ്യുന്നില്ല. ഓക്കെ, അത്രയും വലിയൊരു വിജയം എക്സ്പെക്റ്റ് ചെയ്തിരുന്നു? അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നു, പക്ഷേ കിട്ടിയപ്പോഴും ഭയങ്കര ഹാപ്പിയാണ്. കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ബ്രില്യൻറ്റിലെ കോച്ചിങ് കാര്യങ്ങളൊക്കെ? ഭയങ്കര സപ്പോർട്ടാണ്. അവിടെ സപ്പോർട്ടോളം മാത്രമേ കിട്ടിയതാണ്. പിന്നെ ഭയങ്കര ഗ്രേറ്റ്ഫുൾ എല്ലാത്തിനും, എല്ലാവരുടെയും സപ്പോർട്ടും ടീച്ചർമാരുടെയും ഡയറക്ടർമാരുടെയും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുന്നു. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഡയറക്ടറായിട്ടുള്ള സന്തോഷ് സാർ ഇവിടെ വന്നിട്ടുണ്ട്. സന്തോഷ് സാർ, അപ്പോൾ അഭിനവനോട് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും ജെയ്മെയിനിൽ കേരള 7ാം റാങ്കാണ് ലഭിച്ചിരിക്കുന്നത്. വലിയൊരു വിജയമാണ്. ആ വിജയത്തിന് തുടർച്ചയായിട്ട് അടുത്ത വിജയം കൂടെ വേണം. അതിലാണ് പ്രാധാന്യം ഇരിക്കുന്നത്. ജെയ് അഡ്വാൻസിൻ്റെ കാര്യത്തിലായിരിക്കണം ശ്രദ്ധ. അപ്പം എല്ലാവിധ ആശംസകളും നേരുന്നു. അഭിനവനും ഉണ്ട്. അഭിനവൻ്റെ അമ്മയും ഞങ്ങളുടെ സ്റ്റുഡൻ്റായിരുന്നു. അത് സന്തോഷമുള്ള കാര്യമാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ അഭിനവിൻ്റെ അമ്മ നമ്മുടെ സ്റ്റുഡൻറ്റ്, അത് ബ്രില്യൻറ്റിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു എന്നാണ്. അത് ക്രാഷ് പ്രോഗ്രാമിലുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു അല്ലേ? ഓക്കെ, ഏത് വർഷമായിരുന്നു? 2001 ക്രാഷ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഓക്കെ, ഞാൻ +2 കഴിഞ്ഞപ്പോൾ ഒരു 2 മാസത്തേക്ക് ക്രാഷ് കോഴ്സായിട്ട് വന്നതാണ്. അന്ന് മുതലേ എനിക്കറിയാം ബ്രില്യൻറ്റ് എന്താണെന്നുള്ളതും. അതേ പാറ്റേണാണ് ഇന്ന് ഫോളോ ചെയ്യുന്നത്. അന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഫസ്റ്റ് റാങ്ക് കിട്ടുമ്പോൾ ഒരു 500 രൂപ എന്നുള്ളത്. അത് ഇന്ന് ഫോളോ ചെയ്യുന്നുണ്ട്. അതേ പാറ്റേണും അതേ എക്സാമും എല്ലാമാണ്. അതുപോലെ പ്രത്യേകം എടുത്തു പറയേണ്ടത് ബ്രില്യൻ്റ് ഒരു സപ്പോർട്ട്, ബ്രില്യൻ്റ് ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട് എന്ന 2 പില്ലറായിട്ട് ഞങ്ങൾക്ക് നിന്ന് 2 പേരുണ്ട്. ഞങ്ങളുടെ ശ്രീനാഥ് സാറും ബിനിൽ സാറും. പിന്നെ ക്ലാസ് മെൻറ്റർ ഞങ്ങളുടെ ചിഞ്ചു മാം, കഴിഞ്ഞ മെൻറ്റർ ജിനു സാറ്. അങ്ങനെ ബ്രില്യൻ്റിലെ എല്ലാവരും നമ്മൾ എന്ത് പഠിത്തത്തിൻ്റെ എന്ത് കാര്യത്തിന് വിളിച്ചാലും ഭയങ്കര സപ്പോർട്ടാണ്. അതുപോലെ സ്കൂളും, ചാവറ സ്കൂളിലെ സാബോച്ചനും ക്ലാസ് ടീച്ചർ ജീന മാം, അങ്ങനെ എല്ലാവരും നമുക്ക് സപ്പോർട്ടാണ്. പിന്നെ അവൻ്റെ ഗ്രാൻഡ് പേരൻസിൻ്റെയും അച്ഛൻ്റെയും എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും, പ്രധാനമായിട്ട് അവൻ്റെ ഹാർഡ് വർക്ക്. ആദ്യത്തെ സെഷനിൽ മാർക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 99.76 എന്ന് പറഞ്ഞാൽ അവൻ എക്സ്പെക്ട് ചെയ്തതിലും കുറവായിപ്പോയി. പക്ഷേ രണ്ടാമത്തേൽ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പിയായി. ഒരിക്കലും കേരള റാങ്ക് 7 എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം. ഞാൻ ആഗ്രഹിച്ചിരുന്നു ഫസ്റ്റ് 10ൽ അവൻ്റെ ഒരു ഫോട്ടോ വലുതായി വരണമെന്ന്. പക്ഷെ അത് വന്നപ്പോൾ ഭയങ്കര സന്തോഷം. ഓക്കെ, അപ്പോൾ മാം ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ക്ലാസ് ടീച്ചർ നമ്മുടെ തൊട്ട് കൂടെ തന്നെയുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ മാം, അപ്പോൾ എന്താണ് അഭിനവിനെ പറ്റി പറയുന്നത്? അഭിനവ് തുടക്കം മുതൽ തന്നെ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പം നമ്മൾ പ്രതീക്ഷിച്ച ഒരു റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സെഷൻ 1 പറഞ്ഞ പോലെ വന്നപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് വിഷമിച്ചെങ്കിലും സെഷൻ 2 ആളത് സ്കോർ ചെയ്തെടുത്തു. അഭിനവിൻ്റെ ഹാർഡ് വർക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഓക്കെ, ഇതിപ്പോൾ എല്ലാവരും പറഞ്ഞു വെച്ചിട്ട് അഭിനവ് മാത്രം ഇത്ര വലിയ സ്കോർ എക്സ്പെക്ട് ചെയ്യാനുള്ളൂ. ബാക്കി അഭിനവിനെ അറിയാവുന്ന എല്ലാവരും തന്നെ ഈ ഒരു സ്കോർ എക്സ്പെക്ട് ചെയ്തിട്ടുള്ളവർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ പേരൻസിനെ കണ്ടു, അതുപോലെ തന്നെ ക്ലാസ് ടീച്ചറിനെ കണ്ടു. ഇനി നമുക്ക് പ്രധാനമായിട്ടും അറിയേണ്ടത് കോർഡിനേറ്റർ, അതായത് അഭിനവിൻ്റെ ബ്രില്യൻറ്റിലെ കോർഡിനേറ്റർ ആയിട്ടുള്ള സാറ്. അപ്പോൾ സാറിനും ഈ ഒരു വിജയത്തിൽ എന്താണ് പറയാനുള്ളത്? അഭിനവിനെ സംബന്ധിച്ച് 100% ഈ വിജയത്തിന് അർഹൻ കൃത്യമായ അവൻ തന്നെയാണ്. അതിൻ്റെ എല്ലാം പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് ഞങ്ങൾ ഈ വിജയത്തിൽ കാണുന്നത്. ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് സ്ക്രീൻ ടെസ്റ്റിന് തയ്യാറെടുക്കുന്ന അന്ന് മുതൽ ഇപ്പം ജെയ് അഡ്വാൻസിന് ഈ സമയം വരെയും കൃത്യമായ പാറ്റേൺ, കൃത്യം ഒരു ദിവസം പോലും വേസ്റ്റ് ആകാതെ കൃത്യമായി അത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്.
രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ഈ പരീക്ഷ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളത് കൃത്യമായിട്ട് അവൻ പഠിച്ചു. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു 3-4 ക്വസ്റ്റ്യൻ്റെ വ്യത്യാസത്തിലാണ് ആ പെർസെൻറ്റേജ് കുറഞ്ഞു പോയത്. അത് മാറ്റിയെടുത്ത് സെക്കൻഡ് സെഷനിലാണ് കയറി വന്നത്. തേർഡ് ഈ പറയുന്ന പേരൻസിൻ്റെ സപ്പോർട്ട്, അത് വലിയൊരു കാര്യം തന്നെയാണ്. ആ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഈ വിജയത്തിലേക്ക് എത്തിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ ഇവിടെ തന്നെയാണ് കഴിഞ്ഞ വർഷം ഹാഫിസ് റഹ്മാനും അല്ല കഴിഞ്ഞ മുമ്പിലത്തെ വർഷം ഇതേ റൂമിൽ തന്നെയാണ്. അപ്പോൾ ഇതേ ഫ്ലാറ്റ് ഇതേ റൂം. അപ്പോൾ അഭിനവനും നല്ല എല്ലാ നന്മകളും നല്ല രാശിയുള്ള ഒരു മുറിയാണെന്നാണ് ആശയമുള്ളതാണെങ്കിലും കുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അഭിനവ് എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, ഫസ്റ്റ് സെഷനിൽ അത്രയും മാർക്ക് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു എഫേർട്ടിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടിയില്ല. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ വാട്ട് എവർ മേ ബി ദ ഫാക്ടേഴ്സ്, പക്ഷേ നമ്മൾ സെക്കൻഡ് സെഷനിൽ അത് തിരിച്ചു പിടിച്ചു. അപ്പോൾ ആ തിരിച്ചു പിടിക്കാനായിട്ട് എന്തെല്ലാമാണ് എക്സ്ട്രാ പ്രിപ്പറേഷൻസ് നടത്തിയത്? സെഷനുള്ളതെന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് പാനിക്കായി പോയത്, കാരണം എക്സാം ഇത്തിരി ഡിഫിക്കൽട്ടാണ്. ഓക്കെ. പക്ഷെ അവർ പിന്നെ മോഡൽ എക്സാം ഇട്ടുണ്ട്, ഡിഫിക്കൽട്ടി കൂടി എക്സാം ഇട്ടുണ്ട്, പിന്നെ അതിന് പ്രാക്ടീസ് ആയി. അപ്പോൾ സെഷൻ 2 വന്നപ്പോൾ അങ്ങനെ പേടിയില്ലാന്ന്. പിന്നെ അഡ്വാൻസ് ടോപ്പിക്സ് അടിച്ചുകൊണ്ട് മെയിൻ ടോപ്പിക്സും കുഴപ്പമില്ലാത്ത തോന്നി. അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ പരീക്ഷകൾ ചെയ്ത് പരിശീലിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ മോഡൽ എക്സാംസിനെ പറ്റിയൊക്കെ എന്താണ് പറയുന്നത്? മോഡൽ എക്സാം നല്ല മോഡൽ എക്സാം ഇല്ല, കാരണം ഡിഫിക്കൽട്ടി കൂട്ടി എക്സാം ഒക്കെ ഇട്ട് മെയിൻസ് ലെവലാക്കാൻ വേണ്ടി. കാരണം ഈ വർഷം ഭയങ്കര ഡിഫിക്കൽട്ടാണെന്ന് അറിയില്ല. അപ്പോൾ അത്രയും ഡിഫിക്കൽട്ടി കൂട്ടി എക്സാം ഒക്കെ ഇട്ടുകൊണ്ട് പ്രാക്ടീസ് ആയി. അപ്പോൾ ലാസ്റ്റ് എക്സാം ഒക്കെ കുഴപ്പമില്ലാന്ന് തോന്നി. ഓക്കെ. നമ്മുടെ സ്റ്റഡി പാറ്റേൺ ഒക്കെ എങ്ങനെയാണ്? ഫേവറേറ്റ് സബ്ജക്റ്റ് ഏതാണ്? സബ്ജക്റ്റ് മാത്സ് ആണ്. ഓക്കെ. എന്തുകൊണ്ടാണ്? മാത്സ് എന്ന് അറിയാം തിയറി ഒന്നും വലുതായിട്ടില്ല, പ്രാക്ടീസ് മാത്രമേ ഉള്ളൂ, ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. കാണാണ്ട് പഠിക്കുന്നത് താല്പര്യമില്ലാത്ത ചെയ്ത് കിട്ടുമ്പോൾ ഉള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ. ബാക്കി ഫിസിക്സും കാര്യങ്ങളൊക്കെ? ഫിസിക്സ് കുഴപ്പമില്ല, ഇഷ്ടമാണ്. കെമിസ്ട്രി വലുതായിട്ട് അത്ര ഇഷ്ടമല്ല, പക്ഷേ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാൻ കാര്യങ്ങൾ കൂടുതലുള്ളതുകൊണ്ട്. ഓക്കെ. എനിക്ക് തോന്നുന്നത് ജെഇ ആസ്പിറൻസിന്റെ കോമൺ ആയിട്ടുള്ളൊരു ഫീച്ചറാണെന്ന് തോന്നി. കാണാണ്ട് പഠിക്കുന്നതിന് അത്ര താല്പര്യമില്ല അവർക്ക്. എന്താ പറയുക, ചെയ്തൊരു കെമിസ്ട്രിയിൽ എല്ലാവർക്കും ഒരു മടുപ്പാണ്. ബോറിംഗ് സബ്ജക്റ്റ് എല്ലാവരും പിള്ളേർ പറയണേ, പക്ഷേ സ്കോറിംഗ് സബ്ജക്റ്റ് ആണ്. ജെഇയെ സംബന്ധിച്ച് ഏറ്റവും സ്കോർ ചെയ്യാൻ മാർക്ക് വരുമ്പം കെമിസ്ട്രിക്ക് സ്കോർ ചെയ്യുക. ഓക്കെ. കാരണം ഞാനിപ്പോൾ പല കുട്ടികളോട് സംസാരിച്ചപ്പോൾ അവരെല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, ഇപ്പോൾ മാത്സിൻ്റെ നല്ല കട്ടിയുള്ള ചോദ്യങ്ങളൊക്കെ ഈ ചെയ്ത് കിട്ടി മെനക്കെട്ട് അതിൻ്റെ ഒരു ഉത്തരം കിട്ടുമ്പോൾ നമുക്കൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ ഭയങ്കരമായിട്ട്. അപ്പോൾ അനുഭവം ആ ലെവലിൽ തന്നെ ഉള്ളൊരു ആൾ തന്നെയാണ്. ഓക്കെ. അപ്പോൾ എത്രത്തോളം ആയിരിക്കുന്നു ജെഇ അഡ്വാൻസ്ഡ് പ്രിപ്പറേഷൻസ്? നല്ലതായിട്ട് വേണം, കുഴപ്പമില്ലാതെ എല്ലാം പോകുന്നുണ്ട്. ഓക്കെ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കിയോ? തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ. എങ്ങനെയുണ്ട്? കുഴപ്പമില്ലാന്ന് തോന്നി. ഡിഫിക്കൽട്ടി ഉള്ള, പക്ഷേ കുഴപ്പമില്ല, നമ്മളത് ചെയ്ത് തന്നെ. ഓക്കെ. ഇച്ചിരി നേരത്തെ ഞാൻ തോന്നുന്നു ഞാൻ അടുത്ത ചോദ്യം ചോദിക്കാൻ പോകുന്നത് ഒരു ഡ്രീം ക്യാമ്പസ് ഉണ്ട്. ഡ്രീം ക്യാമ്പസ് IIT മദ്രാസ് എന്ന്. ഓക്കെ. എന്തുകൊണ്ടാണ്? ചാടി കയറുള്ള ഉത്തരവായിരുന്നു, ചിന്തിച്ചു. കാരണം ഇവിടുത്തെ റിസർച്ച് ഫെസിലിറ്റീസ് എല്ലാം ഭയങ്കര ഹൈടെക് ആണ്. പിന്നെ അത് കണ്ടപ്പോൾ ഇതുപോലെ തോന്നിയാണ് കയറണമെന്ന് പോലെ. ഓക്കെ. നമ്മൾ ലാസ്റ്റ് ഇയറിൽ നമ്മുടെ ബ്രില്യൻ ടീം IIT മദ്രാസ് ഒക്കെ പോയിരുന്നു. ആ വീഡിയോ ഒക്കെ കണ്ടതാണ്. ഓക്കെ. അപ്പോൾ കണ്ടപ്പോഴത്തേക്കിനാണോ ആ ഒരു തോന്നൽ തോന്നത്, ഇത് കൊള്ളാലോ, എന്നാൽ പിന്നെ ഇവിടെ തന്നെ പഠിച്ചേക്കാന്നുള്ളത്? കണ്ടപ്പോൾ ഒരു മോട്ടിവേഷൻ പോലെ അവിടെ എത്തണമെന്ന് തന്നെ മോട്ടിവേഷനായി. ഓക്കെ. ഒരു ഫേവറേറ്റ് സ്ട്രീം അങ്ങനെ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ? ഫേവറേറ്റ് സ്ട്രീം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ് കിട്ടിയാൽ നന്നായി തോന്നുന്നു, പക്ഷേ അല്ലെങ്കിൽ ഹയർ സ്ട്രീം എടുക്കാമെന്ന്. ഹയർ സ്ട്രീം എടുക്കാം. ഓക്കെ. ഞാൻ ആലപ്പുഴയിൽ നിന്നാണ്. +1 +2 ചാവറ പബ്ലിക് സ്കൂളിൽ ബ്രില്യൻ്റ് കൂടെ അടുത്താണ്. അച്ഛൻ അരുൺ ഗോപിനാഥ് ഇപ്പോൾ ദുബായിൽ നിസാൻ സെയിൽസ് മാനേജറാണ്. അമ്മ ശരത് അരുൺ ഹോം മേക്കറാണ്, ഇവിടെ തന്നെ. പിന്നെ അനിയൻ അദ്വൈത് അരുൺ ഇപ്പോൾ ദുബായിൽ 9ാം ക്ലാസ് പഠിക്കുകയാണ്. അച്ഛൻ്റെ അമ്മയുണ്ട്, ഇപ്പോൾ ദുബായിലാണ്, രമാദേവി. ഓക്കെ. അപ്പോൾ ഈ ഫസ്റ്റ് സെഷനിൽ എന്തായിരുന്നു മാർക്ക് കുറയാനുള്ളൊരു സാഹചര്യം? കാരണം ആദ്യമായിട്ട് അത്രയും ഡിഫിക്കൽട്ട് എക്സാം, അത്രയും ലെങ്തി എക്സാം എഴുതിയിട്ടില്ല. ഈ വർഷം ഭയങ്കര പാടയുണ്ട്. പിന്നെ മാത്സൊക്കെ കുറേ മിസ്റ്റേക്ക് അടിച്ചുകൊണ്ട് കുറേ നെഗറ്റീവ് മാർക്ക് ഉണ്ടാകും. ഓക്കെ. അങ്ങനെ കുറേ മാർക്ക് പോയി. പിന്നെ ആദ്യമായിട്ട് 2 ദിവസം ഒക്കെ ആയതുകൊണ്ട് പാനിക് അയച്ചതായിട്ട്. ഓക്കെ. പിന്നീട് ഈ പാനിക്കിനൊക്കെ മാറ്റിയെടുത്തത് എങ്ങനെയാണ്? അത് ഇവിടെ മോഡൽ എക്സാമൊക്കെ ഡിഫിക്കൽട്ടി കൂട്ടി വെച്ചുകൊണ്ട് പ്രാക്ടീസായി. പിന്നെ അഡ്വാൻസ് ലെവൽ പഠിക്കുന്നുണ്ട്. പിന്നെ ഈ മെയിൻസ് ലെവലൊക്കെ കാണുമ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നും, അത്രയും പേടി തോന്നത്തില്ല, പിന്നെ ചെയ്യാൻ പറ്റും. മാത്സൊക്കെ പിന്നെ ചെയ്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുകൊണ്ട് കുഴപ്പമില്ലാന്ന് തോന്നി. അങ്ങനെ ലാസ്റ്റ് കുഴപ്പമില്ലാന്ന് തോന്നി. ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു മാത്സ് ആണ് ഫേവറേറ്റ് സബ്ജക്റ്റ് എന്നുള്ളത്. നമുക്ക് ഇച്ചിരി വിഷമം തന്നുവെങ്കിലും മാത്സിനോടൊരു ഇഷ്ടമുള്ള ഒരാളാണെന്ന് തോന്നുന്നു. മാത്സിൻ്റെ ഏത് ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഏത് ടോപ്പിക്സ് ആണ് കൂടുതൽ താല്പര്യം? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ വെച്ചാൽ സീക്വൻസും സീരീസ്, പിന്നെ ഇൻറ്റഗ്രേഷൻ, ഡെഫിനറ്റ് ഇൻറ്റഗ്രേഷൻ, പിന്നെ ഏരിയ അണ്ടർ കർവ് ഒക്കെ
ഇഷ്ടമുള്ള ചാപ്റ്റേഴ്സാണ്. ഓക്കെ. അതുപോലെ വാട്ട് അബൌട്ട് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി, അതൊക്കെ പഠിക്കുമ്പോൾ ലൈക്ക് അതിനൊക്കെ ഒരു സ്ട്രാറ്റജി എങ്ങനെയായിരുന്നു അഭിനവിൻ്റെ? ഫിസിക്സ് പിന്നെ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കാൻ മതി, തിയറി നോക്കിയിട്ട് പിന്നെ ക്വസ്റ്റ്യൻ ചെയ്ത് PYQ ചെയ്യുക. പിന്നെ കെമിസ്ട്രി ഇൻഓർഗാനിക് NCERT മാത്രം നോക്കിയാൽ മതി. ഫിസിക്കൽ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുക, ഓർഗാനിക് റിയാക്ഷൻ എല്ലാം പഠിച്ചിട്ട് ലാസ്റ്റ് കുറേ ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കുക. ഓക്കെ. അപ്പോൾ ചാവറ സ്കൂളിലാണ് പഠിച്ചതെന്ന് പറഞ്ഞാൽ അതിനോടൊപ്പം തന്നെ ബ്രില്യൻറ്റിൻ്റെ 2 ഇയർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിരുന്നു. ഓക്കെ. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഇൻ്റഗ്രേറ്റഡ് സ്റ്റുഡൻസിനോട് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യം തന്നെയാണ്, +2 ബോർഡ് എക്സാം ഒരു വശത്ത്, എൻട്രൻസ് ഒരു വശത്ത്, ഇത് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് അയ്യോ ഇതെങ്ങനെയാണ് പഠിച്ചെടുക്കാൻ പോകുന്നത്, 2 പ്രധാനമായിട്ടുള്ള 2 എക്സാംസ്. അത് പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് ഇച്ചിരി ഭയങ്കര എന്തോ ബാലികേറ മലയൊക്കെ ആയിട്ട് വേണമെങ്കിൽ തോന്നാം. പക്ഷേ ശരിക്കും അങ്ങനെയായിരുന്നു? അങ്ങനെ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. കാരണം ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ബ്രില്യൻ്റ് പഠിക്കുന്നുണ്ട്, ഇവിടത്തെയും കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ബോർഡ് എക്സാം ലെവലും കുഴപ്പമില്ല, ചെയ്യാൻ പറ്റും, പഠിക്കുന്നുണ്ട്. പിന്നെ കമ്പ്യൂട്ടറും ഇംഗ്ലീഷും സ്കൂളിൽ നന്നായിട്ട് പഠിപ്പിച്ചാണ്, ക്ലാസ് ടീച്ചറും ഇംഗ്ലീഷ് ടീച്ചറും ഭയങ്കര സപ്പോർട്ടാണ്, അതുകൊണ്ട് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു പേരൻസ് അഭിനവിന് നൽകിയ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എന്തെല്ലാമായിരുന്നു? ആദ്യം അഭിനവ് ആദ്യത്തെ വർഷം +1 എൻ്റെ പേരൻസ് ആയിരുന്നു. എൻ്റെ അച്ഛനും അമ്മയാണ് ഇവിടെ വന്ന് നിന്ന് അഭിനവിനെ നോക്കുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ +2 ആയപ്പോഴാണ് ഞാൻ വന്നത്. അപ്പോൾ ഇളയ കുട്ടി ഉണ്ടായിരുന്നതുകൊണ്ട് ആ കുട്ടിയെ ചേർത്ത് ഇവിടെ വന്നത്. അപ്പോൾ അച്ഛനാണേലും ഗ്രാൻഡ് പേരൻസ് ആണേലും അപ്പോൾ എൻ്റെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടവന്. അതല്ലാതെ ഗ്രാൻഡ് പേരൻസ് ആണെങ്കിലും അച്ഛനാണെങ്കിലും പൂർണ്ണ സപ്പോർട്ടാണ്. അച്ഛന് ഭയങ്കര വിഷമമുണ്ട് അവൻ്റെ വിജയത്തിൽ ഇവിടെ എല്ലാത്തിലും പങ്കെടുക്കാൻ പറ്റാത്ത ജോലി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഇപ്പോൾ ദുബായിലാണ്. അപ്പം അതിനെല്ലാം ഭയങ്കര സപ്പോർട്ടാണ്. എന്ത് കാര്യത്തിനും ഗ്രാൻഡ് പേരൻസ് ഉൾപ്പെടെ ഒരു വലിയൊരു കളക്റ്റീവായിട്ടുള്ള ഒരു എഫേർട്ട് തന്നെയാണ്. ബ്രില്യൻറ്റിലെ ഏതൊക്കെ ഫെസിലിറ്റീസ് ആണ്? കുറേ ഫെസിലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ആപ്പ് ഉണ്ട്, അതുപോലെ റെഫറൻസ് സൗകര്യങ്ങളുണ്ട്, പല കാര്യങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്തത് എന്തായിരുന്നു? എന്ന് വെച്ചാൽ ആപ്പിൽ കുറേ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻസും PYQ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ എല്ലാം 3 മണിക്കൂറൊക്കെ അപ്പോൾ ചെയ്യാം, എല്ലാം കൂടെ ചെയ്യാം. പ്രാക്ടീസാണ്, നല്ല പ്രാക്ടീസാണ്. പിന്നെ ഇവിടുത്തെ മോക്ക് ടെസ്റ്റ് ഒക്കെ ഭയങ്കര പ്രാക്ടീസാണ്. മെയിൻസിന് വേണ്ടി ഡിഫിക്കൽട്ടി കൂട്ടി ക്വസ്റ്റ്യൻസ് കിട്ടാണ്. പിന്നെ ബ്രില്യൻറ്റ് A ബ്ലോക്കിൽ റെഫറൻസിന് പഠിക്കുകയാണ്, അവിടെ ഭയങ്കര സപ്പോർട്ടാണ്. കാരണം അവിടെ ടീച്ചർമാർക്ക് ഡൗട്ട് വയ്ക്കാൻ വേണ്ടി, അപ്പോൾ നന്നായിട്ട് പഠിക്കുകയാണ്. ഓക്കെ. ജെയ്മെയിൻ കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ വലിയൊരു വാതിൽ നമ്മളങ്ങനെ ചവിട്ടി തുറന്നു എന്നാണ്. ഇനിയും ഒരുപാട് ദൂരങ്ങൾ സഞ്ചരിക്കാനുണ്ട്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ അഡ്വാൻസ്ഡിനായിട്ടുള്ള പ്രിപ്പറേഷൻസ് ഏറ്റവും ഭംഗിയായി തന്നെ തുടരട്ടെ. അതുപോലെ തന്നെ ആ ഒരു എക്സാമിൽ ഏറ്റവും മികച്ച വിജയം നേടാനും സാധിക്കട്ടെ. അവിടുന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ് വലിയൊരു യാത്ര. ഓക്കെ. അപ്പോൾ ആ യാത്രയിൽ എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേരുന്നു. ആൻഡ് കൺഗ്രാജുലേഷൻസ് വൺസ് അഗെയിൻ ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു മാം. Brilliant Study Center, India's #1 coaching center for NEET and JEE.